ഐശ്വര്യയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എവിടെയുള്ളതെന്നൊന്ന് കാണിച്ചു തരട്ടെ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ഫിഷ് ഫ്രൈ. അയലേനെ കൊണ്ട് ഗ്രീൻ ഫിഷ് ഫ്രൈ. ഇപ്പം കൊണ്ടുവന്ന അയലയാണ്, ഫ്രഷാണ്. കടലിൽ നിന്ന് പിടിച്ച് ഹാർബറിലെത്തി അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രഷ് ആയിട്ടുള്ള അയലേനെ കൊണ്ട് ഗ്രീൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രീൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം അത് നോക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി കഷ്ണം കൊണ്ടാണ് ഗ്രീൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഫ്രഷ് അയിലയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഗ്രീൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് മതി. പിന്നെ പുതിന ഇലയും കൂടെ ഇടാം, പക്ഷെ എൻ്റെ കയ്യിൽ പുതിന ഇല ഇല്ലാത്തതിനെ കൊണ്ട് ഞാനിത് രണ്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കറിവേപ്പില ഒരു കുറച്ച് മതി. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. മുറിച്ച് വൃത്തിയാക്കി വെച്ച മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഞ്ഞളും ഉപ്പും കൂടെ മിക്സാക്കി വെച്ച മീനിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച കൂട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനിൽ മസാല മുഴുവൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര് ഇങ്ങനെ നോക്കി കൊടുക്കാം. കുരു കളഞ്ഞ ചെറുനാരങ്ങേൻ്റെ നീരാണ്. ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീനെല്ലാം സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം റെസ്റ്റ് ചെയ്ത് അരമണിക്കൂറിലധികം റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ട്. മസാലയെല്ലാം നല്ലോണം മീനിൻ്റെ മുകളിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ഒരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. പാന് നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരട്ടെ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻ വെച്ച് കൊടുക്കാം. ഒരു ഭാഗമായിട്ടുണ്ട്. മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്, മസാലേൻ്റെ നല്ലൊരു മണം. രണ്ട് ഭാഗമായിട്ടുണ്ട്. നല്ല പച്ച കളർ, മസാലേൻ്റെ കളർ. നല്ല ചൂട് ചോറും അയില തേങ്ങ അരച്ച് വെച്ച കറിയും ഫിഷ് ഫ്രൈയും കൂടെ കൂട്ടി ഉച്ചക്കത്തെ ചോറുണ്ട്. ഫിഷ് ഫ്രൈയും ഒരു കഷ്ണം കറി വെച്ചത്, കറിയും കൂടെ കൂട്ടി മിക്സാക്കി അടിപൊളി. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.